ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഞാനിപ്പോ പറയുന്നില്ല, മുൻഗാമിയെ കുറിച്ച്. എന്നിട്ട് 1 കോടി രൂപ തികഞ്ഞില്ല എന്നാണ് ആദ്യം ഇവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞു 1 കോടി രൂപ ഞങ്ങൾ KPCC അക്കൗണ്ടിൽ കൊടുക്കും എന്ന്. ഇതൊക്കെ ഈ കേരളം ചർച്ച ചെയ്യണ്ടേ? ഞങ്ങൾ ഈ 2 വർഷ കാലയളവിൽ ഇവരുടെ പണം ആദ്യഘട്ടത്തിൽ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇവർ പിരിച്ചിട്ടുണ്ടാവും, ഇവർ പിരിക്കട്ടെ, ഇവർ വരട്ടെ, ഇവർ പ്രഖ്യാപിക്കട്ടെ എന്ന് കാത്തിരുന്ന നമ്മളൊക്കെ. എന്നാൽ അതിന്റെ ഒരു കണക്കുമില്ല. പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോ ഞങ്ങൾക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ പിരിക്കാൻ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇവര് പത്രസമ്മേളനം നടത്തി. അതിന്റെ പുറമെ ഇവര് പറയാ ഒരു നാണവും ഇല്ലാതെ ഡിവൈഎഫ്ഐ പിരിച്ച പണത്തിന്റെ ഇൻട്രസ്റ്റ് എന്താ അവര് ചെയ്തത്? അവരോട് എന്താ പറയണ്ടേ? ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ എന്നല്ലേ ചോദിക്കണ്ടേ? നാണം ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? ഞങ്ങളുടെ ഇൻട്രസ്റ്റിന്റെ അത്ര പോലും പിരിക്കാൻ പറ്റാത്ത മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ഏതോ കിനിഞ്ഞിറങ്ങുന്ന ഭാഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഈ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കാൻ വരുമ്പോ അവരെയൊക്കെ എന്താ പറയാ? സത്യം പറഞ്ഞാൽ വലിയ ഒരു പ്രയാസമാണ് ഈ ഘട്ടത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് കള്ളത്തരം ചെയ്ത് ഫുൾ കൊള്ള നടത്തി, തട്ടിപ്പ് നടത്തി ഈ ദുരന്ത ബാധിതരുടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പദങ്ങളുണ്ട്, ശവന്തൂക്കികൾ എന്ന്. അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഈ ദുരന്തത്തെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയിട്ട് ഇതേ കോലായിൽ വന്നിട്ട് പറയാ ഞങ്ങൾ CMDRFിലേക്ക് അല്ലല്ലോ കൊടുത്തത്. 3 തവണ ഞങ്ങള് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചു. നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞങ്ങളുടെ അക്കൗണ്ട് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു ഇനിയും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബാങ്കിലേക്ക് പോകാം. ഇനി പോട്ടെ, എന്റെ ഒരു വിവരാവകാശ രേഖയുണ്ട്, അതും കാണിച്ചു കൊടുത്തു. ഇതാ ഞങ്ങൾ കൊടുത്ത പണം, അതിന്റെ രേഖ. ഇത് തന്നതാരാ? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ്, വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ട്. അതിൽ ഞങ്ങൾ കൊടുത്ത പണവും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു 20 കോടി രൂപ കൊടുത്ത ഞങ്ങളെ ആക്ഷേപിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്നു നിൽക്കുന്നവരുടെ വാർത്തകൾ എത്ര മനോഹരമായിട്ടാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ ചാനലിലൂടെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൊരു മാധ്യമ മാന്യത നിങ്ങളിൽ പലരും പുലർത്തേണ്ടിയിരുന്നു. ഒരു സമൂഹത്തിൽ ഒരു അപകടമുണ്ടായി. ആ അപകടത്തെ മുൻനിർത്തി നമ്മൾ പലരും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത ഒരു സംഘടനയെ സംശയത്തിന്റെ മുനയിൽ നിർത്തുകയും ഇതൊന്നും ചെയ്യാതെ ഇത് മുഖ്യതാണോ അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥതയാണോ എന്നൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു സംഘടനയും ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു സംഘടനയും ആ 2 സംഘടനകളെയും നിങ്ങൾ വേണ്ട രീതിയിൽ വിലയിരുത്തിയോ എന്നുള്ളത് കൂടി ഈ സമയത്ത് ചോദിക്കുക. യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺഗ്രസും ഈ കോൺഗ്രസും ഒക്കെ എന്താ പറയേണ്ടത്? അല്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഡിവൈഎഫ്ഐക്കാരൻ നടന്നു വരുമ്പോ ഞങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ പോട്ടെ, ഞങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി നടന്നു വരുന്ന വഴിയിലുണ്ടെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എണീറ്റ് നിന്ന് അവന്റെ മടുക്കുത്ത് അയച്ചിട്ടിട്ട് കൈകൂപ്പി നിൽക്കണം. നാണം എന്ന് പറയുന്ന അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിട്ട് വിടുവായിത്തം വിളിച്ചു പറയല്ല. കൊതിക്കറിവുണ്ടാകും സതീശനും അതുപോലെ തന്നെ ഈ പറയുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് പറ്റിയിട്ടില്ല, ഞങ്ങൾക്കിതൊന്നും സാധിച്ചില്ല എന്നുള്ളത് അവർക്ക് പറയാം. എന്നാൽ പിന്നെ അവർ അതല്ലേ പറയണ്ടേ? കൊതിക്കറിവൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ പറയണ്ടേ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല, ഞങ്ങൾക്ക് ശേഷിയില്ല, ഞങ്ങളുടെ നേതാവിന്റെ ശേഷിയും പ്രാപ്തിയും ഒക്കെ മറ്റു ചില കാര്യങ്ങളിലാണ് ഞങ്ങൾ വിനിയോഗിച്ചത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയെ ചേർത്ത് നിർത്തി ഈ പണമൊക്കെ സ്വരൂപിക്കാൻ പറ്റിയില്ല എന്നങ്ങ് പറഞ്ഞാ പോരെ? പിന്നെയും ഇങ്ങോട്ടാണോ ഈ വെല്ലുവിളിയും ആക്ഷേപമൊക്കെ വേണ്ടത്? അല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ അതിന്റെ നേതൃത്വമൊന്നും ചിലപ്പോൾ നന്നായിക്കൊള്ളുന്നില്ല. പക്ഷെ പൊതുസമൂഹമുണ്ട്. ഇനി അപകടം ഉണ്ടാവാതിരിക്കട്ടെ.